എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലെനിൻ കൈലാസ്. സൈറ്റ് ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊട്ട് മുമ്പ് ഇൻട്രോ വീഡിയോയിൽ കാണിച്ചത് ഒരു രംഗം എന്താണ് എന്നുള്ളതും അതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ വീഡിയോയിൽ ഒരു വാഹനം ഓവർ റേസിംഗ് ആയിട്ട് പുകയെല്ലാം കൂടെ തള്ളി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിന് ടെക്നിക്കലി ഡീസൽ എഞ്ചിനുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്, ഡീസൽ എഞ്ചിൻ റൺ അവേ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളോ ശാസ്ത്രീയമായ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് കടവേ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ ഒരു റെൻറ്റിന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുമോ, എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് വീട്ടിലെ നമ്മൾ തന്നെ ആരുടെയെങ്കിലും ഒരു വണ്ടി എടുത്ത് വെളിയിൽ പോകുന്ന സാഹചര്യത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ പെട്ടെന്ന് ഇതുപോലെ നിർത്തിയെടുക്കുന്ന നേരം കൊണ്ട് വണ്ടി ഓവർ റൈസായിട്ട് പുകയും തള്ളി എഞ്ചിൻ പറഞ്ഞു പോകുന്ന പോലത്തെ ശബ്ദകോലാഹലങ്ങളും എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മളും വണ്ടിക്കകത്തിരിക്കുന്നവരും വെളിയിൽ നിന്ന് കാണുന്നവരും എല്ലാം പരിഭ്രാന്തരായിട്ട് ഓടുന്നൊരു സാഹചര്യം അതത്ര ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വണ്ടി എങ്ങനെ നിർത്താം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ശ്വാസം മുട്ടിക്കുക. അതായത് ശ്വാസം മുട്ടിയാൽ മനുഷ്യൻ മരിക്കുന്ന പോലെ തന്നെ എയർ കിട്ടിയില്ലെങ്കിൽ വാഹനങ്ങളും നിശ്ചലമാകും. ആ ഒരു കാര്യം മാത്രമേ നമുക്കിവിടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എയർ ഇൻടേക്ക് അല്ലെങ്കിൽ എയർ വലിക്കുന്ന എയർ ഫിൽറ്ററിലേക്കുള്ള എയർ വലിക്കുന്ന എയർ ഇൻടേക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഈ വാഹനത്തിന് എയർ കിട്ടാത്ത ഒരവസ്ഥയിൽ ഇതിനെ ശ്വാസം മുട്ടിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായും ഏറ്റവും ഈസിയായും കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു വിവരം നിങ്ങളിലേക്ക് പലർക്കും പ്രൊഫഷണലായിട്ട് ഓടിക്കുന്നവർക്ക് അറിയാം. എന്നിരുന്നാലും എന്ത് പ്രൊഫഷണൽ ആണെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ ഒരു ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്രക്കാർ അല്ല നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഒപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം വന്നാൽ പകച്ചു പോവുക തന്നെ ചെയ്യും. പക്ഷെ എന്നാലും നമ്മളതിനെ ഓവർകം ചെയ്തുകൊണ്ട് സഡനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി ന്യൂട്രലായി ഹാൻഡ് ബ്രേക്ക് ഇടുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് വലിയ വാഹനങ്ങളാണെങ്കിൽ ക്യാബിൻ്റെ പുറകിലോ നമുക്ക് എൻജിൻ്റെ ഭാഗത്ത് ബോണ്ട് പൊക്കിയോ ഒക്കെ നമ്മൾ ഉടൻ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കണ്ടുപിടിച്ച് അതിൻ്റെ എയർ ഇൻടേക്ക് അടച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരുപാട് പേർക്ക് മറ്റു രീതികളിലൊക്കെ നിർത്താൻ അറിയാം. ടെക്നിക്കലി ഒരുപാട് രീതികളിലൊക്കെ നമുക്ക് അവനെ ചെയ്യാൻ പറ്റും. പക്ഷേ പരീക്ഷണങ്ങളോ ഒന്നും നടത്താൻ പറ്റിയ സാഹചര്യമല്ല. ആളുകൾ ഉൾപ്പെടെ കണ്ടു നിൽക്കുന്നവർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുകയോ അലറോ പോവുകയോ പേടിച്ച് പോവുകയോ ചെയ്യുന്ന ഒരു അക്ഷരാർത്ഥത്തിൽ ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കപ്പെടും. കാരണം വണ്ടി ഓവർ റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPM അനിയന്ത്രിതമായിട്ട് കയറിയിട്ട് വണ്ടിയുടെ എൻജിൻ ബ്ലാസ്റ്റായി പോവുമോ, എൻജിനും പിസ്റ്റൺ റിങ്സ് എല്ലാം അടിച്ച് പറിച്ച് പോവും എന്നുള്ള രീതിയിൽ ഭയാനകമായ രീതിയിൽ റേസാവുകയും അതിനോടൊപ്പം ഈ ഓയിൽ കയറി കത്തുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു സംഭവമായതുകൊണ്ട് കനത്ത പുകയായിരിക്കും. വണ്ടി കത്തിപ്പോകും എന്നുള്ളൊരു അന്തരീക്ഷമാണ് പൊതുവെ വെളിയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അടിയന്തരമായിട്ട് വാഹനം നമുക്ക് നിർത്തണമെങ്കിൽ പല വഴികളുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്യുന്നത് ആ വാഹനത്തിൻ്റെ എയർ വലിക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാം. അല്ലെ പൊത്തിപ്പിടിച്ചുകൊണ്ട് വാഹനത്തിന് ആവശ്യമായ എയർ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് വാഹനം നിർത്താം എന്നുള്ളതാണ് ഈ വിവരം നിങ്ങളിലേക്ക്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ നമുക്ക് വണ്ടി എടുത്ത് പെട്ടെന്ന് നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നതാണല്ലോ, നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഡീസൽ എഞ്ചിനുകളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓയിൽ കയറി കത്തി ഇതുപോലൊരു ഡീസൽ എഞ്ചിൻ റണ്ണവേയുടെ ഒരു പ്രശ്നം ഓവർ റേസിംഗും പുകയെല്ലാം കൂടെ വന്നാൽ അന്നേരം തന്നെ നമുക്ക് താക്കോലിലൊന്നും വണ്ടി ഓഫാകുകയില്ല. താക്കോലല്ല ഗിയറിട്ട് ഓഫ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. മാത്രമല്ല ഇത്രയും റേസിംഗ് നിൽക്കുമ്പോൾ നമ്മൾ ആരാണെങ്കിലും പെട്ടെന്ന് പതറിപ്പോവും എന്നൊരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെ വന്നാൽ പെട്ടെന്ന് പനിക്കാകാതെ ഈ പരിപാടി പെട്ടെന്ന് ചെയ്യുക. അതിന് ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ വാഹനം നിർത്താൻ സാധിക്കും എന്നുള്ളൊരു വിവരം സാധാരണ വണ്ടിയെടുത്ത് ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.